2026 മാർച്ച് 2 കണക്കനുസരിച്ച് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന അതിശക്തമായ സൈനിക ആക്രമണം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് അമേരിക്കയും ഓപ്പറേഷൻ റോളിംഗ് ലയൺ എന്ന് ഇസ്രയേലും പേരിട്ടിരിക്കുന്ന ഈ യുദ്ധം മേഖലയെ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഇന്ന് ടെഹ്റാനിലെ റവല്യൂഷൻ സ്ക്വയറിന് സമീപമുള്ള സർക്കാർ കെട്ടിടങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രയേൽ വിപുലമായി വ്യോമാക്രമണം നടത്തി. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി മാർച്ച് 1 ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാന്റെ മിസൈൽ ശേഖരം നശിപ്പിക്കുക, ആണവായുധം നിർമ്മിക്കുന്നത് തടയുക, ഇറാനിലെ ഭരണമാറ്റം എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. നിലവിൽ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിൽ അംഗം എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിയാണ് ഇറാന്റെ ഭരണപരമായ കാര്യങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുന്നത്. 2026 മാർച്ച് 2 റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 28 ശനിയാഴ്ച ആരംഭിച്ച അമേരിക്ക-ഇസ്രയേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ കുറഞ്ഞത് 555 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചു. രാജ്യത്തെ 131 നഗരങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഉൾപ്പെടുന്നു. ആകെ 48 ഉന്നത ഇറാനിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. മിനാബിലെ ഷജബ തയ്യിബ പെൺകുട്ടികളുടെ എലിമെന്ററി സ്കൂളിന് നേരെയുണ്ടായ വ്യോമാക്രമണമാണ് ഏറ്റവും വലിയ ദുരന്തമായി മാറിയത്. ഇവിടെ കുട്ടികളടക്കം കുറഞ്ഞത് 180 പേർ കൊല്ലപ്പെട്ടു. ലോറസ്ഥാൻ പ്രവിശ്യയിലും ഖുറമാബാദിലും നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 3 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളും 5 കരസേനാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ ഫാസ് പ്രവിശ്യയിൽ നടന്ന ആക്രമണത്തിൽ 35 പേരും ടെഹ്റാനിലെ നിലൂഫർ സ്ക്വയറിൽ നടന്ന ആക്രമണത്തിൽ 20-ലധികം പേരും കൊല്ലപ്പെട്ടു.